തമ്പുരാനെ, എന്തൊരു ഉറക്കാത്. അല്ലെങ്കിലും ജാതിയും മീറ്റിംഗ് ഒക്കെ ആയിട്ട് പാതിരക്കല്ലേ വന്ന് കിടക്കുക. തമ്പുരാനെ ഒന്നങ്ങനെ മാറിയിരിക്ക. പിന്നെ തമ്പുരാനുള്ള വേലിക്കാരൻ ഇല്ലത്ത് തകൃതിയായിട്ട് ആലോചന നടക്കുക. നടക്കട്ടെ, എനിക്കിന്ന് അവധിയാ. ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ഓ, അല്ലെങ്കിലും തമ്പുരാന് പാരം പിടിക്കില്ല. പിടിക്കില്ല. ഒന്നങ്ങോട്ട് പോവുണ്ടോ? ഓ, എണീറ്റോ? ഇല്ല. എണീപ്പിക്കാൻ നോക്കിയില്ലേ? ഓ, എണീറ്റില്ല. ഇല്ല. എന്നാ എണീറ്റ് നിക്കണ ഒരാളിവിടെ ഉണ്ട്. എനിക്കാ തന്നൂടെ? വേണേച്ച തരാം. ഹായ്, എന്നാ വരാ. വൈകണ്ടാട്ടോ. ആ അല്ല, ഈ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറയായിരുന്നേ. വൃത്തിയാക്കിയതൊക്കെ മതി. ആരോരും ഇല്ലാത്ത കുട്ടിയല്ലേ വെച്ചിട്ട് നിർത്തിയതാ. അത് മറക്കരുത്. എന്താ കോര? പാടത്തല്ലേ പണി? ഇവിടെ എന്താ? അടിയന് മേലുവേദന തമ്പുരാട്ടി. ഇന്ന് പണിയണില്ല. എന്ത് വർത്താനാ കോര ഈ പറയണ്? പാടം പറമ്പൊക്കെ നിന്നെ വിശ്വസിച്ചിട്ടായി പണിയണ്. നാളെ വരാം എമ്പ്രാട്ടിയെ. അടിയന് വയ്യാഞ്ഞിട്ടല്ലേ എമ്പ്രാട്ടിയെ? പറഞ്ഞത് അങ്ങോട്ട് കേക്കുക. നടക്ക പാടത്തേക്ക്. ആരാണാവോ തിരയണത്? അല്ല, ഞാൻ അമ്മത്തമ്പ്രാട്ടി ഒന്ന് കാണാൻ. എന്നാ വന്നോളൂ, ഇല്ലത്തേക്ക് പോവാം. അല്ല, ഞാൻ പിന്നെ കണ്ടോളാം. നേരം വൈകി. അല്ലെങ്കിലും മഞ്ജുളി ഈ വഴിക്കൊന്നുമല്ലല്ലോ വരാറ്. എൽപ്പോഴിയാണല്ലോ. പക്ഷെ ഇത് വളഞ്ഞ വഴിയാണല്ലോ. മനസ്സിലായി. മഴ 2 ദിവസമായിട്ട് ഇവിടെ ഇല്ലാട്ടോ. ഓ, അതാണല്ലേ പുറത്തൊന്നും കാണാത്തത്. അതുകൊണ്ടല്ലേ ഇയാള് പുറത്തേക്ക് ഇറങ്ങിയത്. ആളേതോ പാർട്ടി ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരം പോയിരിക്കുക. നിൽക്കു കുട്ടി, എനിക്കെല്ലാം മനസ്സിലാവണുണ്ട്. ഒന്നും നടക്കാൻ പോണില്ല കേട്ടോ. വെറുതെ സ്വപ്നം കാണണ്ട. മണ്ടരി ബാധിച്ചേ തോന്നേ. ഇക്കുറി നാളേരം വളരെ മോശാ. എന്താ അങ്ങനെയാ ചെയ്യാ? ഒന്നാം തരം കായ്ക്കണ തെങ്ങുകളല്ലേ ഇത്? സമയദോഷം അല്ലാണ്ടെന്താ? ആ, തിരുമേനിയെ വരുത്തിയിട്ടൊന്ന് നോക്കുക. ഇതിന് ജോത്സ്യനെ കൊണ്ടൊന്ന് നോക്കണോ? തേങ്ങയിലും മാങ്ങയിലും നോക്കിക്കണം നല്ലതല്ലേ? അത് ശരിയാ. ആ, ഉപകാരമില്ലാത്ത വിത്തുകളാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ശരിയാ. തന്റെ മകനാണല്ലോ ഈ വരണേ. അത് ശരിയാ. ഉപകാരമില്ലാത്ത വിത്തോണ്ട് ഒരു കാര്യമില്ല. നീ എന്താ ഇവിടെ? മാഷിനൊന്ന് കാണണം. ഒരാള് കത്ത് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്നോട് പറഞ്ഞിട്ടില്ല അയാളുമായി കൂട്ടുകൊട്ട് വേണ്ടാന്ന്. എന്താ ഗോപി? ഞാൻ മാഷൊന്ന് കാണാ. മാഷെ കണ്ട് പഠിക്കണമെന്ന് പറയായിരുന്നേ. അങ്ങനെയൊന്നല്ല അച്ഛൻ പറഞ്ഞേ.
നീ വീട്ടിലേക്ക് വരുമല്ലോ, അപ്പൊ ഞാൻ മനസ്സിലാക്കി തരാം. മണ്ടല് പിടിച്ചൊരു തേങ്ങ. ഹൈ, ഒന്ന് അമർത്തി തുടക്കല്ലേ നാണിക്കുട്ടിയെ, ആ ശരീരം ഒന്ന് ഇളകട്ടെ. നാണിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൂമൂത്ത ആണുങ്ങൾ ഇരിക്കുമ്പോ അവിടെ കയറി തുടക്കരുതെന്ന്. അങ്ങനെ നോക്കി ഇവിടെ അടിയും തുടങ്ങി നടക്കില്ല. ഉം. എന്താ ചാത്ത എത്തി നോക്കണേ? ഇങ്ങോട്ട് കേറി വരൂ. വേണ്ട വേണ്ട, അവിടെ നിന്നാ മതി. കോരഞ്ചക്കം പനിച്ചിറക്ക. പാടത്ത് അടിയം പണിതോളാം. ഒവ്വേ 19 വയസ്സായ ആളാ, പണിയാൻ വന്നിരിക്കണു. വയസ്സൊന്നും തമ്പ്രാട്ടി നോക്കണ്ട, ആടിയനൊരു കുഴപ്പമില്ല. എന്നാ പാടത്തേക്ക് ചെല്ലുക. എന്താ അങ്ങനെ കടന്ന് പരുങ്ങണത്? കോരഞ്ചക്കനെ വൈദ്യരെടുത്ത് കാണിക്കണമെന്നാ എല്ലാരും പറയണത്. തീരെ വൈ. ഇതിനൊക്കെ ചുക്കും കുരുമുളക് ഇട്ട് കഷായം വെച്ച് തിളപ്പിച്ച് കുടിക്കല്ലാതെ വൈദ്യരെ കാണിക്ക. അതൊക്കെ ചെയ്തു, എന്നിട്ടും ഭേദമില്ല. കുറച്ച് കായ് കിട്ടിയിരുന്നെങ്കിൽ. ഇവിടെ അങ്ങനെ പണം പെട്ടിയിലാക്കി അടച്ചു വെച്ചിരിക്കുന്ന പൊതുവേ ധാരണ. ചലക്കേണ്ട നടക്കട പണിക്ക്. മാറി നിക്ക അങ്ങട്. പ്രസിഡന്റേ വരിക. പ്രസിഡന്റ് വരിക, ഇരിക്കുക. ഇരിക്കുക. ഇത്തിരി സംഭാരം എടുത്തോളൂ. ശ്രീകോവിലിന്റെ പുനരുദ്ധാരണം നടക്കുകയാണല്ലോ, അതിന്റെ ഒരു ഓട്ടത്തിലാണ് ഞാൻ. ഇവിടുന്ന് ഒരു സംഭാവന കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അതിനെന്താ, ഇല്ലെന്ന് എത്ര വേണ്ടച്ചാ അതങ്ങോട്ട് പറഞ്ഞാ മതി. 1000 ഉറുപ്പിക എടുത്ത് കൊടുക്കുക. അത് മതിയാവോ പ്രസിഡന്റ്? ഭഗവാന്റെ കാര്യത്തിൽ പണം എത്രയായാലും അത് വാരിക്കോരി തരുമെന്ന് എനിക്കറിയാലോ. ഉപ്പ് കൂടിയോന്നാവോ? എന്നാ ഒരു 2000 ഉറുപ്പിക എടുത്ത് കൊടുക്കുക. ആയിക്കോട്ടെ.